ഒരു കിളി പാടുന്ന രീതിയിലുള്ള ചോദ്യമാണ്. മാക്സിമം എല്ലാ 9ാം ക്ലാസ്സിലെ ഫ്രണ്ട്സ് നിങ്ങൾ അയച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഒന്നാമത്തെ ചോദ്യം, ട്രയാങ്കിൾ OAB ഈസ് ആൻ ഐസോസെൽസ് ട്രയാങ്കിൾ. ഈ തന്നിരിക്കുന്നത് ഒരു സമപാർശ്വ ത്രികോണമാണ്. അതിനർത്ഥം ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. ഒന്നാമത്തെ ചോദ്യം എന്താ നോക്കി, എ റെപ്രസെന്റ് നമ്പർ 1 ആൻഡ് സർക്കിൾ കട്ട് ദ ലൈൻ P ആൻഡ് Q. പിനും ക്യൂനും എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. ഈ രീതിയിലൊരു ചിത്രം നിങ്ങളുടെ ഇപ്രാവശ്യത്തെ എക്സാമിൽ പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ നമ്പർ റെപ്രസെന്റ് P ആൻഡ് Q. P എന്ന് പറയുന്ന പോയിന്റും Q എന്ന് പറയുന്ന പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇതിനെ പറ്റി പ്രത്യേകിച്ച് ധാരണ ഇല്ലാതെ കുട്ടികൾ വേഗം ആൻസർ ചെയ്യുന്നത് ഇത് രണ്ടിന്റെ കറക്റ്റ് നടുവിലാണ് വരുന്നത്. സോ 1.5ഉം -1.5 എന്നും അത് ഉത്തരം വലിയൊരു തെറ്റാണ്. മക്കളെ ശ്രദ്ധിച്ചോളൂ. നമുക്കറിയാം, ഈ കാണുന്ന ചിത്രത്തിൽ ഈ കാണുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ്. ഇതേ നീളം, ഇത് 0ലാണ്. ഇതേ നീളമാണ് ഇതും. അപ്പോൾ ഈ നീളം എത്രയാണോ ആ നീളം തന്നെ ആയിരിക്കും ഇവിടെയും വരിക. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഈ കാണുന്ന നീളം 1 ആണെന്നറിയാം. 0 to 1 1 ആണ്. ഇതും 1 ആണെന്നറിയാം. സോ പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഈ കാണുന്ന നീളം √2 എന്ന് കിട്ടും. സോ ഈ കാണുന്ന നീളം √2 ആണ്. ഇത് √2 ആണെങ്കിൽ ഈ കാണുന്നുള്ള √2 ആണെങ്കിൽ ഈ കാണുന്നുള്ള √2 ആണ്. 0യിൽ നിന്ന് √2 അകലെയുള്ള പോയിന്റ് ഏതാണ്, +√2. 0യിൽ നിന്ന് -√2 അങ്ങോട്ട് പോകുന്ന സമയത്ത് -√2 ആണ്. സോ ദ ആൻസർ ഈസ് P എന്ന് പറയുന്ന പോയിന്റ് √2ഉം Q എന്ന് പറയുന്ന പോയിന്റ് -√2 ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PQ? P യും Q നമ്മളെ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ്. നമുക്കറിയാം, ഒരു നമ്പറിൽ നിന്ന് മറ്റേ നമ്പർ കുറച്ചാൽ മതി. √2 -√2 അല്ലെങ്കിൽ -√2 -√2 ഏതായാലും നമുക്ക് മോഡൽസ് എടുക്കുമ്പോൾ പോസിറ്റീവ് കിട്ടും. സോ ദ ആൻസർ ഈസ് 2√2 ആണ് ആൻസർ. മൂന്നാമത്തെ ഒരു ചോദ്യം നോക്കാം, ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ. ഈ കാണുന്ന സർക്കിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എത്ര എന്നാണ് ചോദ്യം. നമുക്കറിയാം, ചുറ്റളവ് കാണാൻ പെരിമീറ്റർ കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 2πr. ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് നമുക്കറിയാം 2r എന്ന് പറഞ്ഞാൽ 2√2 ആണ്. അതായത് ഡയമീറ്റർ dπ. അപ്പോൾ ഇവിടുത്തെ ഡയമീറ്റർ 2√2 ആണ്. അതിൻ്റെ കൂടെ ഒരു പൈ ഇട്ടാൽ എന്തായി, ചുറ്റളവായി. എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. കൂടാതെ ഇതിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. π × r² ആണ്. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് അറിയാം r എന്ന് പറഞ്ഞാൽ √2 ആണ്. സോ ഈ കാണുന്നതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എത്ര നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാ 9ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ലേണിംഗ്. ചോദ്യങ്ങൾ ഇഷ്ടമെങ്കിൽ അതും പറയാൻ മടിക്കരുത്. ബൈ.